ഹായ് ഫ്രണ്ട്സ്, ITR ഇൻകം ടാക്സ് റിട്ടേൺ ITR ഫയൽ ചെയ്യുന്നതുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നും ITR ഫയൽ ചെയ്യാതിരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് എന്തൊക്കെ നഷ്ടങ്ങളാണ് സംഭവിക്കുന്നതെന്നും ഉള്ളതുമാണ് ഇന്നത്തെ ഈ വീഡിയോ. ആദ്യമായി ITR ആരൊക്കെയാണ് ഫയൽ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഒരു വർഷത്തിൽ 3 ലക്ഷം രൂപയുടെ മുകളിൽ വാർഷിക വരുമാനമുള്ള ഒരു ബിസിനസ്സുകാരനും ഗവൺമെന്റ് എംപ്ലോയിയും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി എത്ര ലക്ഷം രൂപയുടെ മുകളിലാണ് നമ്മൾ ഗവൺമെന്റിന് ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരുന്നത് എന്ന് നോക്കാം. ഓൾഡ് റെജീം, ന്യൂ റെജീം എന്നിങ്ങനെ രണ്ട് രീതിയിലാണ് നമ്മുടെ ടാക്സിന്റെ സ്ലാബ് തിരിച്ചിട്ടുള്ളത്. അതിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഓൾഡ് റെജീമാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ 5 ലക്ഷം രൂപയുടെ മുകളിൽ വാർഷിക വരുമാനം, നിങ്ങൾക്ക് എത്ര രൂപയാണോ വരുമാനം ഉള്ളത്, നിങ്ങൾ ടാക്സ് കൊടുക്കാൻ 5 ലക്ഷം രൂപയുടെ മുകളിൽ വരുമാനമുള്ള ഒരു വ്യക്തി ഓൾഡ് റെജീം അനുസരിച്ച് ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. ഇനി ന്യൂ റെജീമാണ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ 7 ലക്ഷം രൂപയുടെ മുകളിൽ വരുന്ന നിങ്ങളുടെ ഇൻകം, 7 ലക്ഷം രൂപയുടെ മുകളിൽ നിങ്ങൾക്ക് ഇൻകം വരുമ്പോൾ നിങ്ങൾ ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അതുപോലെ ആദ്യം പറഞ്ഞ 3 ലക്ഷം രൂപ, അതായത് 3 ലക്ഷം രൂപയുടെ മുകളിൽ ഇൻകം ഉള്ള ഒരാൾ മുതൽ ടാക്സ് ഫയൽ ചെയ്യുന്നതിന് ബാധ്യസ്ഥനാണ്. പക്ഷെ അദ്ദേഹത്തിന് ഗവൺമെന്റിന് ടാക്സ് ഒന്നും കൊടുക്കേണ്ടി വരുന്നില്ല, എങ്കിലും ITR ഫയൽ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ ഇനി ഒരു ബിസിനസ്സുകാരൻ, ഒരു സ്ഥാപനം നടത്തുന്ന ഒരു വ്യക്തി ITR ഫയൽ ചെയ്യുന്നത് കൊണ്ട് അദ്ദേഹത്തിന് എന്താണ് നേട്ടം എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു ബിസിനസ്സുകാരൻ ITR ഫയൽ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേറെ ഏതെങ്കിലും രീതിയിൽ ഒരു ഹോം ലോണോ അതുപോലുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി അദ്ദേഹം ബാങ്കിനെ സമീപിക്കുകയാണെങ്കിൽ ബാങ്കിന് അദ്ദേഹത്തിന്റെ വരുമാനം കാണിക്കേണ്ടതായിട്ടുണ്ട്. എത്ര ലക്ഷം രൂപയാണ് നിങ്ങളുടെ വരുമാനം? അപ്പോൾ വരുമാനം കാണിക്കാൻ വേറെയും പല സോഴ്സുകളും ഉണ്ട്, റേഷൻ കാർഡ്, അങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ടാവും. എങ്കിലും ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറയുന്നത് നിങ്ങളുടെ അക്കൗണ്ടിൽ വരുന്ന നിങ്ങളുടെ ടോട്ടൽ ഇൻകത്തിന്റെയും അതുപോലെ തന്നെ നിങ്ങളുടെ ക്യാപിറ്റൽ ഗെയിൻ, അങ്ങനെയുള്ള ക്യാപിറ്റൽ ഗെയിൻ, ക്യാപിറ്റൽ ലോസ് അതിനെല്ലാം കാണിച്ചുകൊണ്ടുള്ള ഒരു ഗവൺമെന്റിനെ സമർപ്പിക്കുന്ന ഒരു റിട്ടേൺ ആണ് ഇൻകം ടാക്സ് റിട്ടേൺ. എല്ലാ വർഷവും തുടർച്ചയായിട്ട് നിങ്ങൾ അത് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, തുടർച്ചയായിട്ടുള്ള 3 വർഷങ്ങളിൽ നിങ്ങൾ ITR റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗവൺമെന്റ് എംപ്ലോയിക്ക് എങ്ങനെയാണോ സാലറി സർട്ടിഫിക്കറ്റും ഫോം 16 ഒക്കെ കിട്ടി അവരൊരു ഹോം ലോൺ വളരെ ഈസി ആയിട്ട് എടുക്കുന്നത്, അതേ രീതിയിൽ ഒരു സ്ഥാപനം നടത്തുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരന് വളരെ ഈസിയായി ഈ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ലോൺ പ്രോസസ്സും അതുപോലുള്ള കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ പല രാജ്യങ്ങളിലേക്കും നമ്മൾ വിദേശയാത്ര ചെയ്യുമ്പോഴും നമ്മുടെ പാസ്പോർട്ട് എടുക്കുന്നതിന് വേണ്ടിയും വിസയ്ക്ക് വേണ്ടിയൊക്കെ നമ്മൾ സമീപിക്കുമ്പോൾ നമുക്ക് നമ്മുടെ വരുമാനം കാണിക്കേണ്ടതായിട്ടുണ്ട്. ആ രീതിയിൽ വരുമാനം കാണിക്കേണ്ടവർ ഇത്ര ലക്ഷം രൂപയുടെ മുകളിൽ ഇൻകം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പുറത്തേക്കുള്ള ഒരു വിസ അല്ലെങ്കിൽ പാസ്പോർട്ട് കിട്ടൂ എന്നുള്ളൊരു സാഹചര്യമാണെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്കും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ചെയ്യാതിരിക്കുകയാണെങ്കിൽ കണ്ടിന്യൂ ആയിട്ടുള്ള ഒരു ITR റിട്ടേൺ അവരുടെ കയ്യിൽ ഇല്ലെങ്കിൽ അത് അവർക്ക് ബുദ്ധിമുട്ടായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനി ഒരു കാര്യം കൂടി, ബിസിനസ്സുകാരും അതുപോലെ തന്നെ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്നവരൊക്കെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത് ഈ ഒരു വർഷത്തെ ഫയൽ ചെയ്തതിനു ശേഷം തുടർച്ചയായിട്ട് ഫയൽ ചെയ്യുക. ഇത് ഡിസ്കണ്ടിന്യൂ ആയി പോയി കഴിഞ്ഞാൽ പിന്നെ അത് മുമ്പ് ചെയ്ത ആ ഒരു കണ്ടിന്യൂറ്റി ഇല്ലെങ്കിൽ അത് പല സ്ഥലങ്ങളിലും അത് അക്സെപ്റ്റ് ചെയ്യാറില്ല. തുടർച്ചയായ 3 വർഷങ്ങളിലുള്ള പ്രീവിയസ് 3 ഇയേഴ്സ് ആണ് പല ആവശ്യങ്ങൾക്കും അവർ ആവശ്യപ്പെടാറുള്ളത്. ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഗവൺമെന്റ് എംപ്ലോയീസിന്റെ കാര്യമാണ്. ഗവൺമെന്റ് എംപ്ലോയീസ് ITR പല ആൾക്കാരും കരുതിയിരിക്കുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ കയ്യിൽ നിന്ന് ടാക്സ് പിടിക്കുന്നുണ്ടല്ലോ, പിന്നെ നമ്മൾ എന്തിനാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യം എന്താണ്? അല്ലെങ്കിൽ ചില ആൾക്കാർ ചിന്തിക്കുന്നത് നമ്മളിപ്പോ ഒരു ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തതിനു ശേഷം എനിക്ക് റീഫണ്ട് ഒന്നും ആവശ്യമില്ല, റീഫണ്ട് എടുക്കാനുള്ള എലിജിബിലിറ്റി എനിക്കില്ല, ഞാൻ ന്യൂ റെജീമാണ് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഓൾഡ് റെജീം ആണെങ്കിൽ തന്നെ റീഫണ്ട് എടുക്കുന്നില്ല, അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഫയൽ ചെയ്യണം എന്ന് പല ആൾക്കാരുടെ ഒരു സംശയമാണ്. അപ്പോൾ ഇതിനകത്ത് ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതും നിങ്ങളുടെ ഫോം 16 അല്ലെങ്കിൽ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് പിടിക്കുന്ന ടാക്സുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇൻഡിവിജ്വലിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. എല്ലാ വർഷവും നമ്മുടെ റിട്ടേൺ എത്രയാണ്, ഓരോ വർഷത്തെയും നമ്മുടെ ഇത് ഇൻകം എത്രയാണെന്നും
എന്താണ് നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ എന്നും എന്താണ് ക്യാപിറ്റൽ ലോസ് എന്നും ആ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയിക്കേണ്ട, ഗവൺമെന്റിനെ അറിയിക്കേണ്ട ചുമതല നമുക്കുണ്ട്. അതും ഫോം 16 അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഡിപ്പാർട്ട്മെന്റ് ടാക്സ് പിടിക്കുന്നതും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇത് രണ്ടും രണ്ടാണ്. അപ്പോ ഇങ്ങനെ ചെയ്യാതിരിക്കുന്നവരോട് 2024 അസസ്മെന്റ് ഇയർ അല്ലെങ്കിൽ 2022-23 അസസ്മെന്റ് ഇയറിലുള്ള ഏതെങ്കിലും ഒരു പ്രീവിയസ് ഇയറിൽ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാതെ വിട്ടിട്ടുണ്ടെന്ന് ഇരിക്കട്ടെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റ് മെസ്സേജോ അല്ലെങ്കിൽ ഒരു മെയിലോ ഒരു 2025 അല്ലെങ്കിൽ 2025 ഡിസംബറിലോ 2026 സ്റ്റാർട്ടിങ്ങിലോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വരും. പ്രീവിയസ് ഇയറിലെ ITR നിങ്ങൾ ഫയൽ ചെയ്തിട്ടില്ല, അത് ഫയൽ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്കൊരു അവസരം തരികയാണ്, അത് എത്രയും പെട്ടെന്ന് ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഈ മെസ്സേജ് വരുമ്പോൾ ഏതെങ്കിലും ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെയോ അല്ലെങ്കിൽ ടാക്സ് പ്രാക്ടീഷണറെയോ നിങ്ങൾ സമീപിക്കുമ്പോൾ അവർ നിങ്ങളോട് ഇതിന്റെ ഫൈൻ അടയ്ക്കാൻ പറയും. ഫൈൻ എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ 5 വർഷത്തിൽ കൂടുതൽ വരുമാനമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ 5000 രൂപ ഫൈൻ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ 5 ലക്ഷം രൂപയുടെ താഴെ വരുമാനമുള്ള ഒരാളാണെങ്കിൽ 1000 രൂപ നിങ്ങൾ ഫൈൻ അടയ്ക്കേണ്ടതായിട്ട് വരും. കൂടാതെ ITR ഫയൽ ചെയ്യുന്നതിന്റെ നമ്മുടെ ITRന്റെ ഫയൽ ചെയ്യുന്ന ആളിന് അദ്ദേഹത്തിന്റെ ഫീസും കൊടുക്കേണ്ടി വരും. അപ്പൊ ഈ രീതിയിലുള്ള ഒരു വലിയൊരു നഷ്ടം നിങ്ങൾക്ക് വരാതിരിക്കണമെങ്കിൽ എല്ലാ വർഷവും തുടർച്ചയായിട്ട് ITR ഫയൽ ചെയ്ത് പോവുക. പല ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് ഫോം 16 മാത്രമല്ല ITR ഫയൽ ചെയ്തതിന്റെ അക്നോളജ്മെന്റും ചോദിക്കാറുണ്ട്. ആ ITR ഫയൽ ചെയ്ത അക്നോളജ്മെന്റ് ചോദിക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഈ പറഞ്ഞ ITR റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ഈ ഒരു ഗവൺമെന്റ് എംപ്ലോയീസ് ITR ഫയൽ ചെയ്യേണ്ടത് സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെങ്കിലും ITR ഫയൽ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു വലിയ തുക, ഒരു വർഷത്തിന് 5000 രൂപ വെച്ച് നിങ്ങൾക്ക് ഫൈൻ അടയ്ക്കേണ്ടി വരും. ഇതേ സെയിം അവസ്ഥ തന്നെയാണ് ഈ പറഞ്ഞ പോലെ ബിസിനസ്സുകാരുടെയും കാര്യം. നമുക്ക് അതാത് വർഷം നമ്മൾ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ ഇനി മുന്നോട്ട് വരുന്ന വർഷങ്ങളിൽ ഒരു 1-2 വർഷം വരെയൊക്കെ നിങ്ങൾക്ക് ഫൈൻ അടച്ച് ഫയൽ ചെയ്യാൻ കഴിയുന്നതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യാനും കഴിയത്തില്ല. അതുപോലെ പലരും ചോദിക്കാറുള്ള ഒരു സംശയമാണ്, ന്യൂ റെജിം ഓപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി, ഒരു ഗവൺമെന്റ് എംപ്ലോയിക്ക് അവരുടെ ഫോം 16 സാലറിയിൽ നിന്നും ന്യൂ റെജിം അനുസരിച്ചാണ് അവരുടെ ഇൻകം ടാക്സ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഇൻകം ടാക്സ് റീഫണ്ട് എടുക്കാൻ കഴിയുമോ? ഒരു 40,000 രൂപ അല്ലെങ്കിൽ 50,000 രൂപ പിടിച്ചിട്ടുള്ള വ്യക്തിക്ക് റീഫണ്ട് എടുക്കാൻ കഴിയുമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം. ഓൾഡ് റെജീം അനുസരിച്ച് ഇൻകം ടാക്സ് കട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി 5 ലക്ഷം രൂപയുടെ മുകളിലുള്ള അദ്ദേഹത്തിന്റെ വാർഷിക വരുമാനത്തിന് ടാക്സ് കൊടുത്ത ഒരാളാണ്. അതായത് 10 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന്റെ വാർഷിക വരുമാനമെങ്കിൽ 5 ലക്ഷം രൂപയ്ക്ക് അദ്ദേഹം ടാക്സ് കൊടുത്തിട്ടുണ്ട്. ഇനി ന്യൂ റെജിമാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്തത്. അപ്പൊ ന്യൂ റെജിം ഓപ്റ്റ് ചെയ്ത ഒരാൾ കൊടുത്തിരിക്കുന്നത് 5 ലക്ഷം രൂപയ്ക്ക് പകരം 7 ലക്ഷം രൂപയുടെ മുകളിലാണ് ടാക്സ് അടച്ചിട്ടുള്ളത്. ഇനി ഈ ഒരു 7 ലക്ഷം രൂപയുടെ മുകളിൽ നിങ്ങൾ ടാക്സ് അടയ്ക്കുമ്പോൾ 75,000 വീണ്ടും അവിടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുമുണ്ട്. അപ്പോൾ ന്യൂ റെജിം ഓപ്റ്റ് ചെയ്തപ്പോൾ നമുക്കൊരു 50,000 രൂപയാണ് ടാക്സ് പിടിച്ചതെന്ന് കരുതുക. ഓക്കെ, ഇനി നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ ഓപ്ഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് ന്യൂവിന് പകരമായിട്ട് നമ്മൾ വീണ്ടും ഓൾഡിലോട്ട് മാറുകയാണ്. റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയുന്നത് എൻ്റെ ന്യൂ അല്ല, ഞാൻ ഓൾഡിലോട്ടാണ് വീണ്ടും മാറാൻ പോകുന്നത്. ഓൾഡിലോട്ട് നിങ്ങൾ മാറുമ്പോൾ നേരത്തെ 7 ലക്ഷം രൂപയുടെ മുകളിൽ 3 ലക്ഷം രൂപയ്ക്ക് മാത്രം ടാക്സ് അടച്ച ഒരു വ്യക്തി ഓൾഡിലോട്ട് മാറുമ്പോൾ വീണ്ടും 2 ലക്ഷം രൂപയുടെ കൂടെ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. അതായത് 5 ലക്ഷം രൂപയുടെ മുകളിലുള്ള നിങ്ങളുടെ സാലറിക്ക് നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ 50,000 രൂപ നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ 50,000 രൂപയ്ക്ക് പകരം 70,000 രൂപ, അല്ലെങ്കിൽ ഞാൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുന്നതാണ്, ഒരു 70,000 രൂപ അല്ലെങ്കിൽ 75,000 രൂപ നിങ്ങൾക്ക് ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ രീതിയിൽ 75,000 രൂപ ടാക്സ് അടയ്ക്കേണ്ട നിങ്ങൾക്ക് റീഫണ്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടണമെങ്കിൽ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 10 lakhs ആണ്. നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടി വരുന്നത് 5 lakhsന്റെ മുകളിലാണ്. അപ്പോൾ ഒരു കുറഞ്ഞത് ഒരു 5 lakhsന്റെ എങ്കിലും സേവിങ്സ് പ്ലാൻ,
സേവിങ്സ് പ്ലാൻ എന്ന് പറയുമ്പോൾ ഹോം ലോൺ, LIC, സുകന്യ സമൃദ്ധി, അങ്ങനെ ATCCയിൽ വരുന്ന എന്തൊക്കെ കാര്യങ്ങളാണോ അത്. പിന്നെ അതുപോലെ ബാക്കിയുള്ള പല സെക്ഷൻസുകളും ഇൻകം ടാക്സിന്റെ സൈറ്റിനകത്ത് വരുന്ന പല സെക്ഷൻസും ഉണ്ട്. ആ സെക്ഷൻസുകളിലെല്ലാം നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും ക്യാഷ് പിടിക്കുന്നുണ്ട്, നിങ്ങളുടെ സാലറിയിൽ നിന്നും അത് ഡിഡക്റ്റ് ആവുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഒരു 5 lakhsന്റെ എക്സംഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ന്യൂ റെജിമിൽ ഓൾഡിലോട്ട് മാറി റീഫണ്ട് എടുക്കാൻ കഴിയും. അതില്ലാത്ത പക്ഷം ചെറിയ രീതിയിലുള്ള ഒരു LIC മാത്രമാണുള്ളത്, അല്ലെങ്കിൽ ഒരു ചെറിയ സുകന്യ സമൃദ്ധിയാണുള്ളത്, ഒരു ടോട്ടലി 1 year 50,000 അല്ലെങ്കിൽ 1 lakhനുള്ളിൽ മാത്രമേ നിങ്ങളുടെ ഡിഡക്ഷൻസ് ഉള്ളൂവെങ്കിൽ ഒരിക്കലും റീഫണ്ട് എടുക്കുക എന്നുള്ള ഒരു സാഹസത്തിന് മുതിരരുത്. ഓൾഡ് റെജിമിലാണ് നിങ്ങളുടെ കാശ് കട്ട് ചെയ്തിരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് സേവിങ്സ് പ്ലാന് പ്രോപ്പറായിട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ റീഫണ്ട് നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്നതാണ്. ഇത് ഗവൺമെന്റ് എംപ്ലോയീസിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വക കാര്യങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല. അവർക്ക് ഒരു നല്ലൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ പോയി കണ്ട് നിങ്ങളുടെ പാസ്ബുക്കിന്റെ കോപ്പിയും നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങളെല്ലാം അവരെ ഏൽപ്പിക്കുമ്പോൾ നിങ്ങളുടെ ടോട്ടൽ ഇൻകം എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എത്രയാണോ നിങ്ങളുടെ ഇൻകം, ആനുവൽ ഇൻകം ഫിക്സ് ചെയ്യേണ്ടത്, ആ ഒരു ഇൻകത്തിൽ വെച്ചിട്ട് നിങ്ങളുടെ ഫയൽ ചെയ്ത് തരും. ഫയൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഒരു കാൽക്കുലേഷൻ ഷീറ്റ്, ഇതിന്റെ കമ്പ്യൂട്ടേഷൻ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കയ്യിൽ തരുന്നതായിരിക്കും. വളരെ വ്യക്തമായിട്ട് എന്തൊക്കെയാണ് അതിന്റെ ക്യാപിറ്റൽ ഗെയിനും കാര്യങ്ങളും ഒക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ അതെല്ലാം അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കും. നിങ്ങൾക്ക് സ്വന്തമായിട്ട് വായിച്ചു നോക്കി അത് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകളും ITR റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് പ്രോപ്പറായിട്ട് കമ്പ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഡിഡക്ഷൻ ആയിട്ട് വരുന്നതെന്നും നമ്മുടെ ഗ്രോസ് പേ എത്രയാണെന്നും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഒക്കെ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും ഒക്കെ പറയുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള ITR ഫയൽ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് തരുന്ന ഒരു ഷീറ്റാണ് കാൽക്കുലേഷൻ ഷീറ്റ്, അല്ലെങ്കിൽ ഈ പറയുന്ന കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും വാങ്ങി നോക്കുക. അത് പല ബാങ്കുകളും നിങ്ങൾ ലോണും കാര്യങ്ങളൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ പ്രൈവറ്റ് സെക്ടറിലുള്ള അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും കമ്പ്യൂട്ടേഷനും കൂടെ ആവശ്യപ്പെടാറുണ്ട്. ITR ഫയൽ ചെയ്ത അക്നോളജ്മെന്റിനോടൊപ്പം കമ്പ്യൂട്ടേഷനും കൂടെ നിങ്ങൾക്ക് ബാങ്കിൽ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ നമ്മുടെ ഗവൺമെന്റ് എംപ്ലോയീസിനാണെങ്കിൽ ഫോം 16 ആണ് സാധാരണ ബാങ്കുകാർ ആവശ്യപ്പെടാറുള്ളത്. പല സ്ഥലങ്ങളിലും ITR ഫയൽ ചെയ്ത അക്നോളജ്മെന്റ് കൂടെ ആവശ്യപ്പെടും. നിങ്ങൾ പ്രോപ്പറായിട്ട് എല്ലാ വർഷവും ITR ഫയൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ആ അക്നോളജ്മെന്റ് കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ അത് കിട്ടത്തില്ല. അതുപോലെ ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ ITR ഫയൽ ചെയ്യുന്നതിന്, ഇൻകം ടാക്സ് റിട്ടേൺ നിങ്ങൾക്ക് എടുക്കാനാണെങ്കിലും ഇനി എന്തെങ്കിലും നഷ്ടം വന്നു കഴിഞ്ഞാലും, നമുക്കിപ്പോ ബിസിനസ് ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിലൂടെയൊക്കെ നമുക്ക് എന്തെങ്കിലും നഷ്ടം വന്നു, നമ്മൾ അത് IT ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കണമെങ്കിൽ അപ്പോഴും നമ്മൾ പ്രീവിയസ് ഇയറിലുള്ള എല്ലാ നമുക്ക് ഫയൽ ചെയ്യാനുള്ള വർഷത്തിലുള്ളതും പ്രോപ്പറായിട്ട് ഫയൽ ചെയ്തെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. വളരെ ചുരുങ്ങിയ ഇൻഫർമേഷൻസ് ITR റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് കൊണ്ടുള്ള ആവശ്യകത എന്താണെന്നും ITR റിട്ടേൺ ഫയൽ ചെയ്യാതിരിക്കുന്നതിലൂടെ നമുക്ക് എന്താണ് നഷ്ടം വരുന്നതും എന്നുള്ളതുള്ള വളരെ ചുരുങ്ങിയ ഒരു വീഡിയോ ആണ് ഞാൻ ഇതിലൂടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിങ്ങിനെ കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ കണ്ടതിന് വളരെ നന്ദി.